സർക്കാർ ജീവനക്കാർ നടത്തിയ ക്ഷേമ പെൻഷൻ കവർച്ച സജീവ ചർച്ചയാകുമ്പോൾ ശക്തമായ മുഖപ്രസംഗവുമായി ദീപിക പത്രം. ഇതിലും ഭേദം കുർവ സംഘമാണെന്ന തലക്കെട്ടോടെയാണ് മലയാളികൾ പറയാൻ ആഗ്രഹിച്ച കാര്യം ശക്തമായ ഭാഷയിൽ പത്രം മുഖപ്രസംഗമാക്കിയിരിക്കുന്നത്. കള്ളനും പോലീസും കളിച്ചാൽ പോരാ, കേസ് കോടതിയിലെത്തണമെന്ന് ആവശ്യമുന്നയിക്കുകയാണ് മുഖപ്രസംഗത്തിൽ. മുന്തിയ ശമ്പളം വാങ്ങുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥർ വരെ പാവപ്പെട്ടവരുടെ പിച്ചച്ചടിയിൽ കൈയിട്ട് വാരുന്നവരുടെ ഗണത്തിലുണ്ടെന്ന് ഇതിൽ ചൂണ്ടി. അതിനാൽ അനധികൃതമായി കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നേ പറയാനാവൂ. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരുമുണ്ട്. അതിലൊരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലും മറ്റൊരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിലുമാണ്. 3 ഹയർ സെക്കൻഡറി അധ്യാപകരും പെൻഷൻ വാങ്ങി. ഇവരൊക്കെ വിദ്യാർത്ഥികളെ എന്താണ് പഠിപ്പിക്കുന്നതെന്നാണ് അറിയേണ്ടതെന്ന് പത്രം ചോദിക്കുന്നു. നീതിന്യായ സാമൂഹിക നീതി വകുപ്പിലെ 34 പേരും ഈ അനീതിയിൽ പങ്കുപറ്റിയെന്ന വെളിപ്പെടുത്തൽ ഞെട്ടലോടെ കേൾക്കാനാവും. കൈപ്പറ്റിയ പണം തിരിച്ചു കൊടുത്താൽ മതിയെങ്കിൽ മോഷണ മുതലുകളും തിരിച്ചു കൊടുത്താൽ കേസില്ലാതാകുമോ എന്ന ചോദ്യം ഉയർത്തുന്നു. ഈ സാമ്പത്തിക വർഷം ക്ഷേമ പെൻഷനായി നീക്കിവച്ചിരിക്കുന്നത് 68,282 കോടി രൂപയാണെന്നും ക്ഷേമ പെൻഷൻ സമയത്ത് കൊടുക്കാൻ നമുക്ക് കഴിയാത്ത സാഹചര്യമാണെന്നും പത്രം ചൂണ്ടിക്കാണിക്കുന്നു. പണം പോയ വഴികളും കൈയിട്ട് വാരിയ കൈകളും നികുതി അടയ്ക്കുന്ന ജനം അറിയണം. ഇവർക്ക് ക്ഷേമ പെൻഷൻ ആവശ്യമായ രേഖകൾ കൊടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരിലേക്കും ശുപാർശക്കാരിലേക്കുമൊക്കെ അന്വേഷണം നീളണ്ടേയെന്ന് മുഖപ്രസംഗം ചോദിക്കുന്നു. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ അഴിമതിക്കാർക്കേ ബാധ്യതയുള്ളൂ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും പത്രം ഉയർത്തുന്നു.